കേരളത്തിലെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. തൃശൂർ പൂരത്തിലെ പ്രധാന പങ്കാളിയാണ് പാറമേക്കാവ് ഭഗവതി. തൃശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്ത് പടിഞ്ഞാറ് അഭിമുഖമായാണ് പാറമേക്കാവ് ഭഗവതി കുടികൊള്ളുന്നത്. അഷ്ടമംഗല്യ വിധിപ്രകാരം തെളിഞ്ഞ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ്. ഇപ്പോൾ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം മുമ്പ് മനോഹരമായ വനമായിരുന്നു. ഒരു കാട്ടുചോലയും ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് പിന്നീട് ക്ഷേത്രക്കുളമായി മാറിയതെന്ന് കരുതുന്നു. കൂർക്കഞ്ചേരിയിലെ കുറുപ്പാൾ തറവാട്ടിലെ കാരണവർ എല്ലാ മാസവും അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതിയെ ദർശിക്കാറുണ്ടായിരുന്നു. വാർദ്ധക്യം ബാധിച്ചതിനാൽ തുടർന്ന് ദേവീദർശനം അസാധ്യമായിരിക്കുകയാണെന്നും നിത്യദർശനം ലഭിക്കാൻ തന്നെ അനുഗ്രഹിക്കണമെന്നും അവസാനത്തെ ദർശനത്തിൽ കാരണവർ പ്രാർത്ഥിച്ചു. കുറുപ്പാളിന്റെ ഭക്തിയിൽ സന്തുഷ്ടയായ ഭഗവതി കുറുപ്പാൾ തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിന്റെ കുടപ്പുറത്ത് കയറി അനുഗമിച്ചുവത്രേ. യാത്രക്കിടയിൽ ക്ഷീണിച്ച കുറുപ്പാൾ വടക്കുന്നാഥ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഇലഞ്ഞിച്ചുവട്ടിൽ അല്പസമയം വിശ്രമിച്ചു. വിശ്രമശേഷം കുട എടുക്കുവാൻ നോക്കിയപ്പോൾ കുട അവിടെ ഉറച്ചതായി കണ്ടു. തുടർന്ന് ജ്യോതിഷ വിധിപ്രകാരം ഭഗവതിക്ക് ഇഷ്ടം തോന്നിയ സ്ഥലത്ത് തന്നെ ദേവിയെ പ്രതിഷ്ഠിച്ചു. തന്റെ കളരിയിലും കുറുപ്പാൾ ഭഗവതിയെ പ്രതിഷ്ഠിച്ച് പൂജിച്ചു. പാറമേക്കാവിൽ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുമ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് വിളക്ക് തെളിയിച്ച് കാണിക്കുന്ന ആചാരം ഇപ്പോഴുമുണ്ട്. പിന്നീട് വടക്കുന്നാഥ ക്ഷേത്രം വിപുലീകരിക്കാനായി ഭഗവതിയുടെ പ്രതിഷ്ഠ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്തുള്ള പാറോ മരച്ചുവട്ടിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയായിരുന്നു. പാറോ മരച്ചുവട്ടിൽ പ്രതിഷ്ഠിച്ചതിനാൽ പിന്നീട് പാറമേക്കാവ് ഭഗവതി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഭദ്രകാളിയായിട്ടാണ് പാറമേക്കാവ് ഭഗവതിയെ സങ്കല്പിച്ചു വരുന്നത്. വരിക്കപ്ലാവിന്റെ ഒറ്റത്തടിയിലാണ് ബിംബം നിർമ്മിച്ചിരിക്കുന്നത്. വലതുകാൽ മടക്കി വെച്ച് ഇടതുകാൽ താഴോട്ട് തൂക്കിയിട്ട പീഠത്തിലിരിക്കുന്നതായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ. വടക്കൻ വാതിൽക്കൽ ഗുരുതി നടക്കുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ചതുർബാഹുവായ ഭദ്രകാളിയെയാണ്. ഇത് മേക്കാവ് എന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറേ കോണിൽ ബ്രഹ്മരക്ഷസിന്റെ പ്രതിഷ്ഠയുണ്ട്. കൂടാതെ സപ്തമാതൃക്കളുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളുണ്ട്. മേൽക്കാവിനടുത്തായുള്ള അലറിമരത്തിന്റെ ചുവട്ടിലാണ് നാഗദേവതകളുടെ പ്രതിഷ്ഠയുള്ളത്. ഈ പാലമരത്തിൽ ഭഗവതി സാന്നിധ്യമുള്ളതായി സങ്കല്പമുണ്ട്. ഒരു യക്ഷിപ്രതിമയും ഈ പാലച്ചുവട്ടിലുണ്ട്. എളവള്ളി പുലിയന്നൂർ മനക്കാർക്കാണ് പാറമേക്കാവിലെ തന്ത്രിസ്ഥാനം. ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ഇപ്രകാരമാണ്. പുലർച്ചെ 3 മണിക്ക് നിയമവെടി, തുടർന്ന് പള്ളി ഉണർത്തൽ, 4-ന് നട തുറക്കൽ, 5:15-ന് മലർ ത്രിമധുര നിവേദ്യം, 6:20-ന് ഉഷനിവേദ്യം. ഉച്ചപൂജയ്ക്ക് മുമ്പ് നവകാഭിഷേകം, 10:20-ന് ഉച്ചപൂജ, 11:15-ന് നട അടയ്ക്കും. വൈകിട്ട് 4-ന് നട തുറക്കുന്നു. തുടർന്ന് ദീപാരാധന, സന്ധ്യാ നമസ്കാരം. 7:20-ന് അത്താഴപൂജ, 8:15-ന് നട അടയ്ക്കുന്നു. ഉഷപൂജയ്ക്ക് ശേഷം ക്ഷേത്രനടയിൽ എല്ലാ ദിവസവും ബ്രാഹ്മണിപ്പാട്ട് നടത്തും. ഇവിടത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണിത്. ആയില്യപൂജ, അന്നദാനം, അത്തപൂജ, മുറജപം, ദ്രവ്യകലശം, ഇല്ലനിറ, ചാന്താട്ടം, തുകിലുണർത്തുപാട്ട്, 10-ാം ഉദയം, വേലയടിയന്തിരം എന്നിവ ഇവിടെ വിശേഷമാണ്. കർക്കടകത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് ചാന്താട്ടം നടക്കുന്നത്. കർക്കടകം 1-ന് അത്താഴപൂജയ്ക്ക് ശേഷമാണ് തുകിലുണർത്തുപാട്ട്. ഉച്ചപൂജയ്ക്കുള്ള കൂട്ടുപായസ നിവേദ്യം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി കരുതപ്പെടുന്നു. നെയ്പായസ നിവേദ്യം, സാരസ്വത സൂക്ത പുഷ്പാഞ്ജലി, ശ്രീ സൂക്ത പുഷ്പാഞ്ജലി, ദുർഗാമന്ത്ര പുഷ്പാഞ്ജലി തുടങ്ങിയവയാണ് മറ്റ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. മിഥുനമാസത്തിലെ അത്തം നക്ഷത്രത്തിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത്. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിലെ പ്രധാനികൾ പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയുമാണ്. കൂടാതെ മറ്റ് ചെറുപൂരങ്ങളും അണിനിരക്കുന്നതോടെ
ഇവിടെ കാഴ്ചയുടെയും മേളത്തിന്റെയും ഒരു വിസ്മയം തന്നെ ഒരുക്കപ്പെടുന്നു. മേടമാസത്തിലെ പൂരനക്ഷത്രത്തിലാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ കീഴിലാണ് ക്ഷേത്രം ഇപ്പോൾ.